സ്റ്റെപ്പ് വെച്ച് പുറകോട്ട് പോ. പുലി പോലെ പതുക്കണം. ഇങ്ങോട്ട് വാ. ആദ്യം മുകളിലിരിക്കുന്നത് താഴെ കിടക്ക്, ബാക്കി പിന്നീട് ഇറക്കിയാൽ മതി. ഇത് നോക്ക്, 2-2 മത്സരം. റോസിനെ ഒതുക്കി ഞാൻ വേമ്പുലിയെ തോപ്പിച്ച് ആശാന്റെ പന്തയത്തിന് ഒരു തീരുമാനം ഉണ്ടാവും. അതിനുശേഷം ഞാൻ മത്സരിക്കത്തേ ഇല്ല. അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴൊരു വിഷമം. സുന്ദര കുട്ടനാടാ നീ. അതെ, നീ പോയി കളിച്ച് ജയിച്ചിട്ട് വാ. അമ്മയെ ഞാൻ ഒതുക്കി എടുത്തോളാം കേട്ടാ. അത് മതിയാവും. അപ്പോഴൊക്കെ നാടനടിയായിരുന്നു, മുഖത്തു മാത്രമായിരുന്നു ഇടിക്കേണ്ടത്. അതുപോലെ മത്സരം നടക്കുന്ന പെരുമ്പച്ചേരിയിലെ മനസ്സിലായില്ലേ? രേവ്, കാക്കത്തോപ്പ്, വ്യാസർപ്പാടി, ആനക്കയം, ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ആളുകൾ വെള്ളക്കാരുടെ കീഴിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവൻ്റെ നേരം പോകിന് അവനൊരു ഗുസ്തി കണ്ടുപിടിച്ചു കൊടുത്തു. നമ്മുടെ വെട്രിപെരുമാൾ മുത്തശ്ശനില്ലേ, അദ്ദേഹമാണ് വെള്ളക്കാരുമായി ആദ്യമായി ഏറ്റുമുട്ടി ജയിച്ചത്. വെള്ളക്കാർ ഇവിടെ നിന്ന് നാട് വിട്ടു പോയ ശേഷം മുത്തശ്ശനാണ് എല്ലാവർക്കും ഈ വിദ്യ പഠിപ്പിച്ചു കൊടുത്തത്. ആ സമയത്ത് എല്ലാവരും ഒരു കുടുംബം പോലെ ആയിരുന്നു. അത് മുറിഞ്ഞിങ്ങനെ 2 പിന്നീട് 4. ഞാൻ സാർപ്പേട്ട പരമ്പരയിൽ തന്നെ ആയിരുന്നു. എൻ്റെ ഏട്ട ഇടിയപ്പ പരമ്പരയ്ക്ക് വേണ്ടി കളിച്ചു. അപ്പോൾ സ്വന്തം ബന്ധമൊന്നും നോട്ടമില്ല കേട്ടോ. എല്ലാവരും ഭയങ്കര വാശിയില്ല. അവനവൻ്റെ പരമ്പര നിലനിർത്താനുള്ള വാശിയോടുള്ള ഓട്ടമായിരുന്നു. ഉള്ളതിൽ വെച്ച് സാർപ്പേട്ട പരമ്പരയായിരുന്നു മുൻപന്തിയിൽ നിന്നത്. എല്ലാവരും തിരുത്താൻ ഞാൻ ആവുന്നത് ശ്രമിച്ചു നോക്കിയതാ. മൈസൂരിൽ നിന്ന് ബോക്സറെ കൂട്ടിക്കൊണ്ടുവന്നു, പിന്നെ ഹാർബറിൽ നിന്ന് വെള്ളക്കാരെ കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെ ഒരു ചുക്കും നടന്നില്ല. ഉണ്ടായിരുന്നതിൽ ഒന്നാന്തരം ഫൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ, നിന്റെ അച്ഛൻ, രാമൻ്റെ അമ്മാവൻ്റെ വരുന്ന മുനുസ്വാമി, പിന്നെ മുത്ത്, ബീഡി രായപ്പൻ, എന്തിന് നമ്മുടെ ഡാഡി ഗംഭീര ഫൈറ്റർ ആയിരുന്നേ. ഞങ്ങളെ തോപ്പിക്കാനൊന്നും ഒരു കുഞ്ഞു പോലും ഇല്ലായിരുന്നു. പിന്നെന്താ, നിന്റെ അച്ഛന് ക്ഷമയില്ലാതെ വെറുതെ ദേഷ്യപ്പെട്ട് ഗുണ്ടയായി ചുമ്മാ ജീവിതം കളഞ്ഞു. ഞാനും മറ്റുള്ളവരും എല്ലാം പാരമ്പര്യത്തിൻ്റെ പുറകെ പോയി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പേടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ റോസും വേമ്പിലിയും കൂടി എല്ലാവരും അടിച്ചൊതുക്കി നമ്മുടെ കുടുംബ പാരമ്പര്യം ഇല്ലാതാക്കി കളഞ്ഞു. നീ ഒന്ന് ശ്രദ്ധിക്കണം, നന്നായിട്ട് ഉറങ്ങുക കേട്ടോ. ശരി ആശാനെ. ശരി കമല, പോയിട്ടോ. പിടിച്ചോ. You have the bicycle key, yeah? നിക്ക്. What man? കപില, നീ ഇങ്ങോട്ട് വന്ന് വാ. ഡാഡി നീ പോകാൻ. നീ വന്ന് ഡാഡി പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. നീ ഇന്ന് ഇവിടെ കിടന്നാൽ മതി. കപില, വെട്രി ഇങ്ങോട്ട് വന്നേ, വാ. എന്താ എടാ വെട്രി, നാളെ റിങ്ങിൽ കയറുന്നവരെ ഇവന് നീയാ നോക്കേണ്ടത്. പറഞ്ഞ കേട്ടോ? ഞാൻ നോക്കണം. നന്നായി നോക്കണം. ഡാ, ആ തനികനൊക്കെ മഹാമോശക്കാരാ, അതാ പറഞ്ഞേ. അവരെന്തും ചെയ്യാൻ മടിക്കില്ല, അതുകൊണ്ടാ. ഞാൻ ഏറ്റു അച്ഛാ. നോക്കിക്കോണേടാ. ശരി, ഞാൻ വരട്ടെ. പോട്ടെ, കിടന്നുറങ്ങ്. അച്ഛൻ ധൈര്യമായിട്ട് ചെല്ലേ, ഞാനുണ്ട്. ആ.